കുറച്ച് ദിവസത്തിന് മുൻപ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ എടുത്ത ഒരു സന്തോഷ വാർത്തയായിരുന്നു ജിഷ്ണും അമിയയുടെയും വിവാഹം. ഇപ്പോഴിതാ ആ വിവാഹത്തിന് ക്ഷണിച്ചിട്ടും എത്താൻ പറ്റാത്തതിൻ്റെ വിഷമം പറഞ്ഞുകൊണ്ട് ഇരുവർക്കും ഒരു സമ്മാനവുമായി അവരുടെ വീട്ടിലേക്ക് അവരുടെ പ്രിയപ്പെട്ട സഹോദരിമാർ എത്തുകയാണ്. എന്നാൽ ഈ സഹോദരിമാർ മലയാളികൾക്കും സുപരിചിതർ തന്നെയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥികളായ ആതിരയും നൂറയും ഒപ്പം അവരുടെ മറ്റൊരു ബിഗ് ബോസ് മത്സരാർത്ഥിയും സുഹൃത്തും കൂടിയായിരുന്ന അനുമോളാണ് ഇപ്പോൾ ജിഷ്ണും അമ്മയും കാണാൻ ഇവരുടെ പുതിയ വീട്ടിലേക്ക് എത്തിയത്. ജിഷ്ണും അമ്മയും വിവാഹത്തിന് ശേഷം നേരെ പുതിയ വീട്ടിലേക്ക് തന്നെയാണ് തിരിച്ചത്. അവിടെയാണ് എത്തിയിരിക്കുന്നതും. വിവാഹത്തിന് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല, ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷെ വിവാഹത്തിനെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരും ഫ്രീ ആയ ഈ ഒരു ദിവസം തന്നെ ഇവരുടെ അരികിലേക്ക് ഞങ്ങൾ ഓടിയെത്തി, ഞങ്ങളുടെ സമ്മാനവും കൊടുത്തു. ഇതാണ് ഇപ്പോൾ വീഡിയോയിൽ അനുമോള് പറയുന്നത്. ഞങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണ്, മനഃപൂർവ്വമല്ല. ഏതൊരു ദിവസത്തിനെ പോലെയും നമ്മൾ ഈ ഒരു ദിവസവും കാത്തിരുന്നതായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ അസൗകര്യമുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. അതുകൊണ്ട് എന്താണ് ഇവരെ ഇങ്ങനെ രഹസ്യമായി വന്ന് കാണാൻ സാധിച്ചല്ലോ, ആളും ബഹളവും ഒന്നുമില്ലാതെ. ബാക്കിയെല്ലാം ചിത്രങ്ങളിലും വീഡിയോകളിലും കണ്ടു, അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് കൂടി അനുമോളും നൂറയും ആദിലയും പറയുന്നു. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുത്ത ഒരു കാര്യം തന്നെയായി ഇത് മാറുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ. പ്രേക്ഷകരുടെ പ്രീതിയെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ തന്നെയാണ് ആദിലയും നൂറയും അനുമോളും ഒക്കെ. ഇരുവരും തമ്മിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം പിന്നീട് മാറുകയായിരുന്നു. അതെല്ലാം തന്നെ ഇരുവരും പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അതിലൂടെ തന്നെ ഇവരുടെ സൗഹൃദമെല്ലാം വീണ്ടും തിരികെ എത്തി. അതിൽ പ്രേക്ഷകർക്കും സന്തോഷമുണ്ട്. പ്രേക്ഷകർ വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു സൗഹൃദം തന്നെയാണ് ആദിലയുടെയും നൂറയുടെയും അനുമോളുടെയും. അതുതന്നെയാണ് അവിടെ സാധിച്ചത്. അതിൻ്റെ സന്തോഷം പ്രേക്ഷകർ അത് അറിയിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ സ്നേഹം വളരെയധികം തന്നെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും. പ്രേക്ഷകർ ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വളരെയധികം നന്നായി പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നൊരു വാർത്തയും ഇത് തന്നെയാണ്. അതിന് കാരണവും ഇതാണ്. കാരണം അനുമോളോടും ആദിലയോടും നൂറയോടുമുള്ള സ്നേഹം ഇത്തരത്തിൽ പ്രേക്ഷകർ പങ്കുവയ്ക്കാറുമൊക്കെയുണ്ട്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നൊരു വാർത്തയായി ഇത് മാറാനുള്ള കാരണം അതിൽ ആദിലയും നൂറയും ഉള്ളതുകൊണ്ടാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ആദിലയ്ക്കും നൂറയ്ക്കും നല്ല ആരാധകരുണ്ട്. അനുമോളെക്കാളും ആരാധകർ ഒരുപക്ഷെ അവർക്കാണ് എന്ന് പറയാം. ലെസ്ബിയൻ കപ്പിൾസിനെ ഒന്നും തന്നെ ഏറ്റെടുക്കാത്ത കേരള സമൂഹം ആദ്യമായി ഒരുപക്ഷെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കപ്പിൾ എന്ന് പറയുന്നത് അത് ആദിലയും നൂറയും തന്നെ ആയിരിക്കും എന്ന് പറയാം. അത് അവരുടെ അങ്ങനത്തെ രീതിയല്ല, മറിച്ച് ഇൻഡിവിജ്വാലിറ്റി തന്നെയാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.